നോക്കൂ ജിൻഡോ ജോൺ, നോക്കൂ മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ രാജ്യമെമ്പാടും പ്രധാനമന്ത്രി നടത്തുന്നു, ഇലക്ഷൻ കമ്മീഷൻ മിണ്ടാതിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒരു ഘട്ടത്തിൽ, ദ ഡേ ഐ ഡു ഹിന്ദു മുസ്ലിം ഐ വിൽ ബി അൺവർത്തി ഓഫ് പബ്ലിക് ലൈഫ് എന്നാണ്. എനിക്ക് രാഷ്ട്രീയത്തിൽ തുടരാനുള്ള അവകാശം തന്നെ, ഞാൻ മുസ്ലിം ഹിന്ദു രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇല്ലാതായി തീരുമെന്ന് ഒരു ഘട്ടത്തിൽ പറയുന്നു. തൊട്ടടുത്ത ദിവസം പറയുന്നു മുസ്ലിങ്ങൾക്ക് 15% രാജ്യത്തിൻ്റെ കോൺഗ്രസ് തുനിഞ്ഞു, പക്ഷേ BJPയുടെ എതിർപ്പുള്ളതുകൊണ്ട് നടന്നില്ല എന്ന്. എന്തു പറ്റി നമ്മുടെ പ്രധാനമന്ത്രിക്ക്? എന്തുകൊണ്ടാണ് അദ്ദേഹം കൺസിസ്റ്റൻ്റായി ഇത് പറയുകയും പല ഘട്ടത്തിൽ അദ്ദേഹം അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുകയും എന്ന് മാറ്റി പറയുകയും ചെയ്യുന്നത്? അല്ല നികേഷ്, ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തുടക്കത്തിൽ ഇവർ വികസനത്തെക്കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വിശ്വഗുരുവിൻ്റെ വലിയ രഥയാത്രകളെക്കുറിച്ച് പറഞ്ഞു, പിന്നെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കും ഇന്ത്യയെ എന്ന് പറഞ്ഞു, 400 സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞു, അടുത്ത പ്രാവശ്യം ചെങ്കോട്ടയിൽ ഞാൻ തന്നെയായിരിക്കും പതാക ഉയർത്തുന്നതൊക്കെ പറഞ്ഞു. ഇങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ച നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ഇനി പൊളിറ്റിക്സ് സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ശൈലി അനുസൃതമായി അദ്ദേഹത്തിന്റെ കയ്യിൽ എന്നും ഉണ്ടായിരുന്നതും ഈ വിദ്വേഷം പറയുക, വിഷം വിതയ്ക്കുക, അല്ലെങ്കിൽ വർഗീയത വിളമ്പുക, ഇതല്ലാതെ മറ്റൊരു പൊളിറ്റിക്സും അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ലൈവായിട്ട് പത്രസമ്മേളനം വിളിക്കാൻ ധൈര്യമില്ലാത്തൊരു പ്രധാനമന്ത്രി, വിദ്വേഷവും വിഷവും വെറുപ്പും മാത്രം പറയുന്ന ഒരു പ്രധാനമന്ത്രി, ഒരിക്കൽ പോലും രാഷ്ട്രീയമായിട്ട് വിഷയങ്ങളെ കാണാതെ വിഷയാടിസ്ഥമായി സംസാരിക്കാതെ കള്ളങ്ങളും വ്യാജങ്ങളും മാത്രം പറയുന്ന ഒരു പ്രധാനമന്ത്രി, വ്യാജ ഗ്യാരണ്ടിയുടെ മാത്രം ബലത്തിൽ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, മനുഷ്യരോട് ലൈവായിട്ട് സംവദിക്കാൻ ധൈര്യമില്ലാതെ മൻ കി ബാത്ത് മാത്രം നടത്തുന്ന ഒരു പ്രധാനമന്ത്രി, ഇങ്ങനെയുള്ളൊരു കപട നാട്യക്കാരന് ഇതല്ലാതെ മറ്റൊന്നും പറയാൻ സാധിക്കില്ല. ഇങ്ങനെ ഇദ്ദേഹം തോന്നിയ പോലെയൊക്കെ പറയുമ്പോൾ, ജനപ്രാതിനിധ്യ നിയമത്തിനെതിരായിട്ട് കൂടി പറയുമ്പോൾ, മതവിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രസംഗിക്കുമ്പോൾ നോക്കുകുത്തിയാകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവിടെ കുറ്റക്കാരൻ. നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് ഇതിനപ്പുറത്ത് മറ്റൊന്നും വരില്ല എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. ഇവിടെ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ അധികാരങ്ങൾ ഉണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ അധികാര പരിധിയൊക്കെ ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധികാരത്തിലേക്ക് വെട്ടിക്കുറയ്ക്കാണ് ഈ സർക്കാർ ചെയ്തത്. ഇവിടെ പ്രധാനമന്ത്രിയും മറ്റൊരു മന്ത്രിയും കൂടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ തീരുമാനിക്കുമ്പോൾ അവർ തീരുമാനിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഇലക്ഷൻ കമ്മീഷൻ മോദിയുടെ കമ്മീഷൻ പറ്റുന്ന ഏജന്റുമാരായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി നടത്തുന്ന വിദ്വേഷ പ്രസംഗത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റിന് കത്ത് കൊടുക്കുകയും 20 ദിവസത്തിന് ശേഷം വിശദീകരണം വാങ്ങുകയും ആ വിശദീകരണത്തിൽ തൃപ്തരാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുമ്പോൾ ഈ രാജ്യത്തെ 75% മനുഷ്യർക്കും ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ലെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 2019 അശോക് ലവാസ എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ അംഗം രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്ങനെയാണ് ഈ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ഇത്തരം വിദ്വേഷ പ്രചരണങ്ങളിൽ പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടാകാതെ വരുമ്പോൾ സുപ്രീം കോടതി ഇടപെടുന്നു. 6 പ്രാവശ്യത്തോളം സുപ്രീം കോടതി ആവശ്യപ്പെട്ട അവസാനം ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുന്നു. ഇലക്ഷൻ കമ്മീഷൻ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നു. അങ്ങനെ അശോക് ലവാസ എന്ന് പറഞ്ഞ ഒരു ഇലക്ഷൻ കമ്മീഷൻ അംഗം രാജിവെച്ചൊഴിയുന്നു. ഇപ്രാവശ്യവും ഇലക്ഷന് 2 മാസം മുമ്പ് അരുൺ ഗോയൽ രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാത്ത ആർജവം മഹാരാഷ്ട്രയിൽ പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദിയോട് ആ പ്രസംഗവേദിക്ക് സമീപമുണ്ടായിരുന്ന ഉള്ളി കർഷകർക്കുണ്ട്. ഉള്ളി കർഷകർക്ക് കാണിച്ച ആ ആർജവം പോലും ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾക്ക് നരേന്ദ്രമോദിയോട് കാണിക്കാൻ പറ്റാത്തത് നരേന്ദ്രമോദിയുടെ കമ്മീഷൻ ഏജന്റുമാരായിട്ട് ഇവർ മാറുന്നത് കൊണ്ടാണ്. ശിവസേനയുടെ പാട്ടിൽ നിന്ന് ഹിന്ദുവെന്നും ഭവാനി എന്നുമുള്ള വാക്കുകൾ തിരുത്തണമെന്നും BRSന്റെ നേതാവിനോട് 48 മണിക്കൂർ നേരം പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ വർഗീയത കലർന്ന വിദ്വേഷം കലർന്ന പ്രസംഗത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ പാർട്ടി ഓഫീസിലെ ചായക്കച്ചവടക്കാരെക്കാൾ മോശം നിലവാരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു. താങ്കൾക്ക് പറയാനുള്ളത് ദയവായി തുടരുക ജിൻഡോ ജോൺ. Debate with MV Nikesh Kumar.